Good morning, everyone. നമ്മൾ സീനസിലെ മൂന്നാമത്തെ യൂണിറ്റ് ജനറൽ അനസ്തേഷ്യ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 3 യൂണിറ്റ് ഉള്ളത്. ഒന്ന് ജനറൽ അനസ്തേഷ്യ, NSAID, നാർക്കോട്ടിക് അനാലിസിസ്. അപ്പോൾ NSAID നാർക്കോട്ടിക് അനാലിസിസ് നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് ജനറൽ അനസ്തേഷ്യ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ജനറൽ അനസ്തേഷ്യയെ കുറിച്ചാണ്. അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് സെൻസേഷൻ, നമ്മുടെ എല്ലാ സെൻസേഷൻസും ലോസ് ആവുന്നതിനാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെഡിക്കേഷൻ യൂസ്ഡ് ഫോർ ദി അനസ്തേഷ്യ, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ആണ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള അനസ്തെറ്റിക്സ് ഉള്ളത്. ഒന്ന് ലോക്കൽ അനസ്തെറ്റിക്സ് ആൻഡ് ജനറൽ അനസ്തെറ്റിക്സ്. ഓക്കെ, ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ലോക്കലായിട്ട് മാത്രം സെൻസേഷൻ ലോസ് ആക്കുന്നതാണ് ലോക്കൽ അനസ്തെറ്റിക്സ്. ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനസിനെ റിപ്രസ് ചെയ്തിട്ട് ഹോൾ ബോഡിയുടെ സെൻസേഷൻ ലോസ് ആക്കുന്നതിനാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജനറൽ അനസ്തേഷ്യ എന്താണെന്ന് പറയുന്നത്? ജനറൽ അനസ്തെറ്റിക്സ് ആർ ദ ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസ് ദ റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ. എല്ലാ സെൻസേഷനും ലോസ് ആക്കുന്നതാണ് ജനറൽ അനസ്തെറ്റിക്സ്, പക്ഷെ റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ ആണ് സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. Okay, which block pain impulses transmission. Okay, അപ്പോൾ ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത് the drugs which produce reversible loss of all sensation and consciousness, which blocks transmission of pain impulses. ഇതിനെയാണ് ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നത് 2 റൂട്ട് വഴിയാണ്. ഒന്ന് ഇൻഹലേഷൻ വഴിയും അല്ലെങ്കിൽ ഇൻട്രാവീനിയസ് വഴിയും. ഒന്നെങ്കിൽ ഇൻഹലേഷനോ അല്ലെങ്കിൽ ഇൻട്രാവീനസോ. ഓക്കെ, ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് ആണെങ്കിൽ ഇറ്റ് റീച്ചസ് ദി ലങ്സ് ആൻഡ് ദെൻ ടു ദ ബ്ലഡ് ആൻഡ് ഫൈനലി ടു ദ ബ്രെയിൻ. ഓക്കെ, ഇൻട്രാവീനസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം അത് ആ ഇൻട്രാവീനസ് ഡ്രഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിപ്പോഫിലിസിറ്റി അനുസരിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ പൊട്ടൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹൈലി ലിപ്പോഫിലിക് ആണെങ്കിൽ ഇറ്റ് ക്രോസസ് ദി ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, അപ്പോൾ ഇൻഹലേഷൻ ആണെന്നുണ്ടെങ്കിൽ അനസ്തെറ്റിക്സ് ആണെങ്കിൽ ആദ്യം ലങ്സിലെത്തും, പിന്നെ ബ്ലഡിലെത്തും, എന്നിട്ടാണ് ബ്രെയിനിലെത്തുന്നത്. പക്ഷേ ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രെയിനിലെത്തും. പക്ഷെ അതിൻ്റെ പൊട്ടൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എബിലിറ്റി ടു ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഒന്നെങ്കിൽ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ലിപ്പോഫിലിസിറ്റിയോ. അപ്പോൾ ഇതാണ് ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ ആൻഡ് കോൺഷ്യസ്നസ് ആണ്. മറക്കരുത്, ഇറ്റ്സ് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, then അടുത്ത് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പോകാം. ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് 2 തരത്തിലുള്ളത്. ഒന്ന് വോളറ്റൈൽ അല്ലെങ്കിൽ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ്. സെക്കൻഡ് വൺ നോൺ വോളറ്റൈൽ ഓർ ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ്. നമ്മൾ പറഞ്ഞ ജനറൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നത് 2 റൂട്ടിലാണ്, ഇൻഹലേഷനിൽ ഇൻട്രാവീനസ്. ഓക്കെ, ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് 2 ക്ലാസിഫിക്കേഷൻ, ഗ്യാസും ഉണ്ട്, വോളറ്റൈൽ ലിക്വിഡ്സ് ഉണ്ട്. ഗ്യാസിന് എക്സാമ്പിൾ ആണ് നൈട്രസ് ഓക്സൈഡ്. വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിൾ ആണ് ഹാലോത്തേൻ, എൻഫ്ലൂറൈൻ, സീവോഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ. ഓക്കെ, ഗ്യാസ് നൈട്രസ് ഓക്സൈഡ്. വോളറ്റൈൽ ലിക്വിഡ്സിന് എക്സാമ്പിൾ ഹാലോത്തേൻ, എൻഫ്ലൂറൈൻ, സീവോഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ. നിങ്ങൾ 2 എക്സാമ്പിൾ മാത്രം പഠിക്കരുത്, നിങ്ങൾ സിലബസ് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് വോളറ്റൈൽ ലിക്വിഡ്സിലാണെന്നുണ്ടെങ്കിൽ ഈ 4 ഡ്രഗ് അല്ലെങ്കിൽ 5 ഡ്രഗ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ കോമ്പൗണ്ട് ചോദിക്കുമ്പോൾ ഏത് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ അതെന്തായാലും മുഴുവൻ ഡ്രഗും പഠിക്കണം. സിലബസ് നോക്കിയിട്ട് ഡ്രഗ് ഏതൊക്കെ അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ മുഴുവനായിട്ട് പഠിക്കണം. കിട്ടും. ഇപ്പോൾ വോളറ്റൈൽ ലിക്വിഡിലാണെങ്കിൽ 5ഉം പഠിക്കണം, 2 പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ദെൻ അടുത്തത് നോൺ വോളറ്റൈൽ അല്ലെങ്കിൽ ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ്. അതിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്, ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ്, then benzodiazepine, narcotic analgesic. ഇൻട്രാവീനസ് അനസ്തെറ്റിക്സിന് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്, ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ്, ബെൻസോഡയസെപ്പിൻ, നാർക്കോട്ടിക് അനാൽജസിക്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പഠിക്കാൻ, നിങ്ങൾ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് പഠിക്കാനുണ്ട്. അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹാലോത്തേൻ, എൻഫ്ലൂറൈൻ, സീവോഫ്ലൂറൈൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ. പിന്നെ ഉള്ളത് ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് ആണ്. അതിൽ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ് പഠിക്കാനുണ്ട്. അതിലെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മീഥോഹെക്സിറ്റാൾ സോഡിയം, തയോപെന്റാൾ സോഡിയം. പിന്നെ പഠിക്കാനുള്ളത് ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ്. ആൻ എക്സാമ്പിൾ കെറ്റാമിൻ, ഹൈഡ്രോക്ലോറൈഡ്. ഇത്രയും കോമ്പൗണ്ട് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇൻട്രാവെനസ് അനസ്തെറ്റിക്സിനെ 4 സബ്ഡിവിഷൻ ആക്കിയിട്ടുണ്ട്. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ബാർബിറ്റുറേറ്റ്, എക്സാമ്പിൾ മെഥോഹെക്സറ്റാൽ സോഡിയം, തയോപെന്റാൽ സോഡിയം. Then second one, dissociative anesthetics, example ketamine, hydrochloride. Then benzodiazepine, example diazepam, lorazepam. Then narcotic analgesic, നമുക്കറിയാവുന്നതാണ് ഫെൻറ്റാനിൽ. ഫെൻറ്റാനിൽ എന്ന് പറയുന്നത് നാർക്കോട്ടിക് അനാലിസിസിലെ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണെന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കിയത്. ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ ആണ്. ഇത് നിങ്ങൾക്ക് മെഡിസിൻ നമ്മൾ പഠിക്കാനില്ല, പക്ഷെ ഇനി ഇൻ കേസ് അനസ്തേഷ്യ കുറിച്ച് 10 മാർക്ക് ചോദിച്ചാൽ എഴുതാൻ വേണ്ടേ. അപ്പം അതും പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാർമക്കോളജിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്താണ് ഈ സ്റ്റേജസ് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് 4 സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അനാൽജസിയ ആണ്. അനാൽജസിയ എന്ന് പറയുന്നത് നമ്മൾ അനസ്തെറ്റിക് ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൗസിനെസ് ഉണ്ടാവും. ഈ ഡ്രൗസിനെസ് തൊട്ട് നമ്മുടെ ഐലാഷിന്റെ റിഫ്ലക്സ് ലോസ് ആവുന്ന വരെയുള്ള സമയമാണ് അനാൽജസിയ എന്ന് പറയുന്നത്. ആ സ്റ്റേജാണ് അനാൽജസിയ എന്ന് പറയുന്നത്. ഈ സ്റ്റേജിന്റെ അവസാനത്തിൽ പേഷ്യൻസ് അൺകോൺഷ്യസ് ആവും. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജാണ് എക്സൈറ്റ്മെന്റ് ഓർ ഡെലീറിയം എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാവും? കോൺഷ്യസ്നസ്, അൺകോൺഷ്യസ് ആവും എന്ന് പറഞ്ഞല്ലോ സ്റ്റേജ് 1ന്റെ അവസാനത്തിൽ. അവിടെ നിന്ന് തൊട്ട് റെഗുലർ റെസ്പിറേഷൻ വരെയാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. അൺകോൺഷ്യസ്നെസ് ആയിട്ടുള്ള ആ സ്റ്റേജിൽ നിന്ന് റെഗുലർ റെസ്പിറേഷൻ വരെയാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. അതായത് എക്സൈറ്റ്മെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൺഷ്യസ് ആയാലും നമ്മുടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ നടക്കും. അതായത് നമ്മളിപ്പോൾ സർജറിക്ക് പോകുമ്പോൾ നമുക്ക് എനിമ തരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അനസ്തെറ്റിക്സ് കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റേജ് 2ലാണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. നമ്മൾ തന്നെ അറിയാതെ ഡെഫിക്കേഷനും യൂറിനേഷനും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നേ എനിമ തന്നു പോകുന്നത്. ഓക്കെ, ഈ സ്റ്റേജിലാണ്, എക്സൈറ്റ്മെന്റ് സ്റ്റേജിലാണ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസും ഇൻക്രീസ്ഡ് മസിൽ ടോൺസും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ സ്റ്റേജ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് അൺകോൺഷ്യസ്നെസ് എന്നാണ്. ദെൻ ടു ദ റെഗുലർ റെസ്പിറേഷൻ. ഓക്കെ, നമ്മളപ്പോൾ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം പറഞ്ഞു. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ അനാൽജസിയ, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഡെലീറിയം. സ്റ്റേജ് 1ലാണ് എന്ത് നടക്കുന്നത്? മൈനർ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജ് 3. സ്റ്റേജ് 3 എന്ന് പറയുന്നത് സർജിക്കൽ അനസ്തേഷ്യ. സർജിക്കൽ അനസ്തേഷ്യനെ നമ്മൾ 4 പ്ലെയിൻ ആക്കി തിരിച്ചിട്ടുണ്ട്. അത് കോളേജിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്നെസ്സും ആണ്. അതേപോലെ തന്നെ പാരാലിസിസ് ഓഫ് റിഫ്ലക്സും ആണ്. റിഫ്ലക്സസുകളിലെല്ലാം പാരാലിസിസ് നടക്കുന്ന സമയമാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമ്മൾ ബിപിയും റെസ്പിറേഷനും ഒക്കെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, then അടുത്ത സ്റ്റേജ് 4. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി നമ്മൾ ഓവർഡോസ് കാരണം സംഭവിക്കാവുന്ന സ്റ്റേജാണ് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ലാസ്റ്റസ് ഫ്രം ഓൺസെറ്റ് ഓഫ് ആപ്നിയ. ആപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി സിസേഷൻ ഓഫ് ബ്രീത്തിങ് തൊട്ട് ഫെയിലിയർ ഓഫ് റെസ്പിറേഷൻ. നമുക്ക് റെസ്പിറേഷൻ ഫെയിലിയർ ആവുന്ന സ്റ്റേജ്, അതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് സ്റ്റേജസ് ലാസ്റ്റ് from onset of apnea to failure of circulation and respiration, thus ends in death. ഡെത്തിൽ അവസാനിക്കുന്ന സ്റ്റേജാണ് സ്റ്റേജ് 4, അതായത് മെഡുലറി പാരാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അനസ്തേഷ്യ എന്താണെന്ന് പറഞ്ഞു, അനസ്തെറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം പിന്നെ നമ്മൾ എന്താണെന്ന് നോക്കിയേ, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, പിന്നെ അതിനുശേഷം സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സ്ട്രക്ചറാണ് പഠിക്കാൻ പോണേ. അപ്പോൾ ഈ 2 സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻഹലേഷൻ അനസ്തേഷ്യ, അതിലെ വോളറ്റൈൽ ലിക്വിഡ്സ്, അതാണ് ഹാലോത്തൈൻ, മീതോക്സിഫ്ലൂറൈൻ. ഇതൊക്കെ ഇത് 2 സ്ട്രക്ചറിന് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കട്ടെ. ഓക്കെ, ഇത് 2 ഒന്ന് എൻഫ്ലൂറൈൻ, ഒന്നും ഐസോഫ്ലൂറൈൻ. ഇത് 2 സ്ട്രക്ചറിന് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫും സിഎലും. ഓക്കെ, ഇവിടെ ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ HClഉം ഇവിടെയാണ് 2 Fഉം വരുന്നത്. ഇവിടെ HClഉം ഇവിടെ FClഉം. ഓക്കെ, നോക്കിയിട്ട് പഠിക്കാം കേട്ടോ. അടുത്തത് സിവോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ. ഓക്കെ, ഇവിടെ CF3 ഉണ്ട്, ഇവിടെ F മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ H ആണ്, ഇവിടെയും H ആണ്, പക്ഷെ ഇവിടെ Fഉം
ഇവിടെ എഫും. അതായത് ഇവിടെ രണ്ട് എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉള്ളൂ. ഓക്കെ. ഈ മീഥോഹെക്സിറ്റൈൽ സോഡിയം, തയോപെന്റൈൽ സോഡിയം, ഇത് ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇൻഹെയിൽഡ് അനസ്തെറ്റിക്സിനെ കുറിച്ചാണ്. ഇത് ഏതാ? ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് ആണ്. ഇൻട്രാവീനസിലെ ഏത് അനസ്തെറ്റിക്സ് ആണ്? അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ് ആണ്. അതായത് ബാർബിറ്റുറേറ്റിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ലോങ് ആക്ടിങ്, ഇന്റർമീഡിയറ്റ് ആക്ടിങ്, ഷോർട്ട് ആക്ടിങ്. ഓക്കെ, അൾട്രാ ഷോർട്ട് ആക്ടിങ് അല്ലെങ്കിൽ ഷോർട്ട് ആക്ടിങ്, അതിൽ വരുന്നതാണ് മീഥോഹെക്സിറ്റൈൽ സോഡിയം, തയോപെന്റൈൽ സോഡിയം. ഈ ബാർബിറ്റുറേറ്റ് എന്ന് പറയുന്നത് സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സ് ആണ്. അതേമാതിരി സൈക്കിക്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറെ മരുന്നാണ് മീഥോഹെക്സിറ്റോളും തയോപെന്റൈൽ സോഡിയം ഒക്കെ. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ. അടുത്തത് കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്. കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന ഏതിന് എക്സാമ്പിളാ? ഡിസോസിയേറ്റീവ് അനസ്തേഷ്യക്ക് എക്സാമ്പിൾ ആണ് കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ സ്ട്രക്ചർ കഴിഞ്ഞു, ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിസം. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇൻഹേൽ അനസ്തെറ്റിക്സിനും നമുക്ക് പഠിക്കാനുള്ളത് ഇൻഹേൽ അനസ്തെറ്റിക്സും ഉണ്ട്. ഇൻട്രാവീനസിലെ ബാർബിറ്റുറേറ്റും ഡിസോസിയേറ്റീവും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ മെക്കാനിസം ഇപ്പൊ ഈ പറയുന്നത്, ഇനി പറയാൻ പോകുന്നത് ഇൻഹേൽഡ് അനസ്തെറ്റിക്സിന്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻഹേൽഡ് അനസ്തെറ്റിക്സിന്റെ പ്രോപ്പർ മെക്കാനിസം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് കുറെ തിയറീസ് ഉണ്ട്. തിയറീസ് വെച്ചിട്ട് അങ്ങനെ ആയിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ അനസ്തെറ്റിക്സ് മോളിക്യൂൾസിന്റെയും പൊട്ടൻസിയും അതിന്റെ ആക്ഷനും ഒക്കെ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് ഇൻഡിവിജ്വൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ആക്ട് വിത്ത് ഡിഫറെന്റ് പൊട്ടൻസീസ് ഓൺ മൾട്ടിപ്പിൾ റിസപ്റ്റേഴ്സ് ദാറ്റ് ലീഡ്സ് ടു സിമിലർ ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മെക്കാനിസം നമ്മൾ പറയേണ്ടത്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള മെക്കാനിസം നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ഇറ്റ്സ് നോട്ട് നോൺ ആണ്. അപ്പൊ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് അനസ്തെറ്റിക്സ് മോളിക്യൂൾസിന്റെ ഓരോ അനസ്തെറ്റിക് മോളിക്യൂൾസിനും ഡിഫറെന്റ് പൊട്ടൻസിയിൽ മൾട്ടിപ്പിൾ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തിട്ടാണ് ഈ അനസ്തേഷ്യ എന്ന് പറയുന്ന ആ ക്ലിനിക്കൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇൻഡിവിജ്വൽ അനസ്തെറ്റിക് മോളിക്യൂൾസ് ഡിഫറെന്റ് പൊട്ടൻസിയിൽ മൾട്ടിപ്പിൾ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തിട്ടാണ് സിമിലർ ആയിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റേറ്റ് ഓഫ് അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു തിയറിയാണ് മേയർ ഓവർടോൺ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ പറയുന്നത് അതിന്റെ സോളിബിലിറ്റി, ഒലിവ് ഓയിലിലെ നമ്മുടെ ഡ്രഗിന്റെ സോളിബിലിറ്റി അതിന്റെ പൊട്ടൻസിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ ആണ് മേയർ ഓവർടോൺ തിയറിയിൽ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ അധികം പഠിക്കുന്നില്ല. ഓക്കെ, അപ്പൊ മേയർ ഓവർടോൺ തിയറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോറിലേഷൻ ബിറ്റ്വീൻ ദി പൊട്ടൻസി ആൻഡ് സോളിബിലിറ്റി ഇൻ ഒലിവ് ഓയിൽ. പിന്നെ മാക് എന്ന് പറയുന്നത്, മാക് എന്ന് പറഞ്ഞാൽ മിനിമം ആൽവിയോളാർ കോൺസെൻട്രേഷൻ. ഇതൊക്കെ ഓരോ തിയറികളാണ് കേട്ടോ. മിനിമം ആൽവിയോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ പൾമിനറി ആൽവിയോളൈ. It's the lowest concentration in pulmonary alveoli needed to produce immobility in response to a painful stimulus. അപ്പം മിനിമം ആൽവിയോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സോ ലോവസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ പൾമണറി ആൽവിയോളൈ എന്തിനെ ടു പ്രൊഡ്യൂസ് ഇമ്മൊബിലിറ്റി ഇൻ റെസ്പോൺസ് ടു എ പെയിൻഫുൾ സ്റ്റിമുലസ്. അതിനെയാണ് മോളിക്കുലാർ മിനിമം ആൽവിയോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻഹേൽഡ് അനസ്തെറ്റിക്സ്, ബാർബിറ്റുറേറ്റ്, ബെൻസോഡൈസെപ്പിൻ ഇതെല്ലാം ആക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാബ റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്. ഗാബ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഹിബിറ്റർ റിസപ്റ്റേഴ്സ് ആണ്. ഇതിൽ ആക്ട് ചെയ്തിട്ട് ഈ ഗാബ റിസപ്റ്റേഴ്സ് ക്ലോറൈഡ് ചാനൽസിനെ ഓപ്പൺ ആക്കും. അങ്ങനെ ക്ലോറൈഡിന്റെ ഇൻഫ്ലക്സ് കൂട്ടും, സെല്ലിലേക്കുള്ള ഇൻഫ്ലക്സ് കൂട്ടും. അങ്ങനെ സെല്ലിൽ കൂടുതൽ ക്ലോറൈഡൻസ് ഉണ്ടാവും. അങ്ങനെ ഹൈപ്പർപോളറൈസേഷൻ നടക്കും. അങ്ങനെ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ആവും. കിട്ടിയോ? ഇൻഹേൽഡ് അനസ്തെറ്റിക്സും ബാർബിറ്റുറേറ്റും ബെൻസോഡൈസെപ്പീൻസും എന്താ ചെയ്യണേ? ഗാബ എ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് ക്ലോറൈഡ് ചാനൽസിനെ ഓപ്പൺ ആക്കും. ക്ലോറൈഡ് അയോൺസിനെ സെല്ലിലേക്ക് കൂടുതൽ കടത്തിവിടും. അങ്ങനെ ആ സെല്ലിന് ഹൈപ്പർപോളറൈസേഷൻ നടക്കും. അങ്ങനെ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, ഈ ഇൻഹേൽഡ് അനസ്തെറ്റിക്സിനും ബാർബിറ്റുറേറ്റിനും ബെൻസോഡൈസെപ്പിനും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള ബൈൻഡിങ് സൈറ്റ്
ഉണ്ട്. ഗാബ റിസപ്റ്റേഴ്സിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ബൈൻഡിങ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നും ഒന്നിനോട് കോമ്പറ്റീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത് മെയിനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പറയുന്നത് ഫ്ലൂറിനേറ്റഡും ബാർബിറ്ററിനും കേസാണ്. ഇത് രണ്ടിനും ബാർബിറ്ററിന് ഗാബാലെ റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്യുക കൂടാതെ തന്നെ ഇത് നിക്കോട്ടിനിക് കോളിനർജിക് റിസപ്റ്റേഴ്സ് വഴി ഓപ്പൺ ആവുന്ന ന്യൂറോണൽ കാറ്റയോൺസിനെയും ഇൻഹിബിറ്റ് ആക്കുന്നുണ്ട്. നിക്കോട്ടിനിക് കോളിനർജിക് റിസപ്റ്റേഴ്സ് ഗേറ്റഡ് ആയിട്ടുള്ള ന്യൂറോണൽ കാറ്റയോൺസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കേസ് കെറ്റാമിൻ്റെ കേസ്. നൈട്രസ് ഓക്സൈഡ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ പിന്നെ കെറ്റാമിൻ്റെ കേസിൽ കെറ്റാമിൻ എന്ന് പറയുന്നത് ഗാബ റിസപ്റ്റേഴ്സിനെ ബൈൻഡ് ചെയ്തിട്ടല്ല ഇതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെലക്റ്റീവ്ലി ഇൻഹിബിറ്റ് ദി എക്സൈറ്ററി NMDA ടൈപ്പ് ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സിനെയാണ് ആക്ട് ചെയ്യുന്നത്. കെറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഗാബ റിസപ്റ്റേഴ്സിനെ അല്ല ബൈൻഡ് ചെയ്യുന്നത്. ഇത് ബൈൻഡ് ചെയ്യുന്നത് NMDA ടൈപ്പാണ്. NMDA ടൈപ്പ് ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സിനെയാണ് ബൈൻഡ് ചെയ്യുന്നത്. NMDA എന്ന് പറയുന്നത് എക്സൈറ്ററി റിസപ്റ്റേഴ്സ് ആണ്. ഗാബ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി റിസപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഗാബ റിസപ്റ്റേഴ്സ് ഓപ്പൺ ആക്കുന്നത് ക്ലോറൈഡ് ചാനലാണ്. NMDA ഓപ്പൺ ആക്കുന്നത് കാൽഷ്യം അയോൺസിനെയാണ്. ഓക്കെ, ഗാബ റിസപ്റ്റേഴ്സ് കൂടാതെ തന്നെ ഇത് ഗ്ലൈസിൻ റിസപ്റ്റേഴ്സിനും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇറ്റ് ഇൻഹിബിറ്റ് ദി എക്സൈറ്ററി ആക്ടിവിറ്റി ഓഫ് ന്യൂറോണൽ നിക്കോട്ടിനിക് അസറ്റിക്കോളിൻ റിസപ്റ്റേഴ്സ്, ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സ്, സോഡിയം ചാനൽ, പൊട്ടാസ്യം ചാനൽ ആൻഡ് കാൽഷ്യം ചാനൽ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നമ്മൾ ഇൻഹേൽഡ് അനസ്തെറ്റിക്സ് ആണ് നമുക്ക് പഠിക്കാല്ലേ. അതിൽ പലതും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ഡീറ്റെയിൽസ് അത്രേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ഡ്രഗ്സ് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ സാധാരണ ഇൻഹേൽഡ് അനസ്തെറ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത്. ഇൻഹേൽഡ് അനസ്തെറ്റീഷ്യയുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. ഹാലോത്തൈൻഡിൻ ഒരു സൈഡ് എഫക്റ്റ് ആണ് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത്. അതേപോലെ ഇനി മിതോക്സിഫ്ലൂറിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മേ കോസസ് നെഫ്രോടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. എൻഫ്ലൂറൈൻ ആണെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫിക് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് സീഷർ ഉള്ള പേഷ്യൻസിലൊന്നും എൻഫ്ലൂറൈൻ കൊടുക്കില്ല. ഓക്കെ, ഇനി ഡെസ്ഫ്ലൂറൈൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മേ പ്രൊഡ്യൂസസ് ലാരൻജോസ്പാസം, കഫിംഗ്, ബ്രീത്ത് ഹോൾഡിംഗ് ആൻഡ് ഇൻക്രീസസ് ഇൻ സെക്രീഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് യൂസ് ഇൻ ചിൽഡ്രൻസ്. ഓക്കെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഡ്രഗിൽ നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് ഇതും കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാലോത്തിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഹേൽഡ് അനസ്തെറ്റിക്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹാലോത്തൈൻ്റെ കേസിലാണെങ്കിൽ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ, മിതോക്സിഫ്ലൂറിൻ്റെ കേസിലാണെങ്കിൽ നെഫ്രോടോക്സിസിറ്റി, എൻഫ്ലൂറൈൻ്റെ കേസിലാണെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാഫിക് പാറ്റേൺ, ദെൻ ഡെസ്ഫ്ലൂറൈനിലാണെങ്കിൽ ലാരൻജോസ്പാസം, കഫിംഗ്, ബ്രീത്ത് ഹോൾഡിംഗ് ആൻഡ് ഇൻക്രീസിങ് സെക്രീഷൻ. So it is not used in children. And fluorines ആണെന്നുണ്ടെങ്കിൽ it is not used in seizure patients. Okay. ഇനിയിപ്പോൾ നമ്മൾ ഇൻഹേൽഡ് അനസ്തെറ്റിക്സിൽ തന്നെ ബാർബിറ്ററേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്ററേറ്റ്. ഇതെന്ന് പറയുന്നത് ഇൻട്രാവീനസ് അനസ്തെറ്റിക്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മീഥോഹെക്സിറ്റൽ സോഡിയം, തയോപെൻറ്റാൽ സോഡിയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി മെക്കാനിസം അറിയാം. എന്തായിരുന്നു? ഗാബ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് ക്ലോറൈഡ് അയോൺ ചാനലിനെ ഓപ്പൺ ആക്കി ഈ സെൽസിലേക്ക് കൂടുതൽ ക്ലോറൈഡ് അയോൺസിനെ ഇൻഫ്ലക്ട് ചെയ്യും. അങ്ങനെ ആ സെല്ലിന് ഹൈപ്പോളറൈസേഷൻ നടക്കും. അങ്ങനെ ന്യൂറോ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് തന്നെയാണ് അതിൻ്റെ മെക്കാനിസം. പിന്നെ ഈ അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്ററേറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ സീഷർ ത്രെഷോൾഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്ററേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസസിൽ, അതായത് മെത്തോഹെക്സിറ്റൽ സോഡിയത്തിനും തയോപെൻറ്റാൽ സോഡിയത്തിൻ്റെ യൂസസിൽ നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു പോയിന്റും കൂടി എഴുതണം. എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിക്രീസ് സീഷർ ത്രെഷോൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഹേൽഡ് അനസ്തെറ്റിക്സ് പഠിച്ചു, അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്ററേറ്റ് പഠിച്ചു. ഇതിൽ ഇൻഹേൽഡ് അനസ്തെറ്റിക്സ് എല്ലാം പുവർ അനാൽജസിക് ആണ്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. ഇൻഹേൽഡ് അനസ്തെറ്റിക്സ് എല്ലാം പുവർ അനാൽജസിക് ആണ്. പക്ഷെ അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്ററേറ്റും ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സും ഹൈലി അനാൽജസിക് ആണ്. ഓക്കെ, ഇപ്പോൾ ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സിന് എക്സാമ്പിളാണ് കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ മെക്കാനിസം എന്താണെന്നുള്ളത്. ഇത് NMDA റിസപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ NMDA റിസപ്റ്റേഴ്സിന് 4 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇതിലൊരു ബൈൻഡിങ് സൈറ്റാണ് ഫെൻസൈക്ലിഡിൻ എന്ന് പറയുന്നത്.
ഈ ഫെൻസൈക്ലിഡിൻ ബൈൻഡിങ് സൈറ്റിലാണ് നമ്മുടെ കെറ്റാമിൻ ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് അയേണിന്റെയും കാൽഷ്യത്തിന്റെയും ഫ്ലോ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ അനസ്തെറ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് NMDA റിസപ്റ്റേഴ്സിലാണ്. NMDA റിസപ്റ്റേഴ്സ് ആണ് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത്. ഈ NMDA റിസപ്റ്റേഴ്സിന് 4 ബൈൻഡിങ് സെറ്റ് ഉണ്ട്. അതിലൊരു ബൈൻഡിങ് സെറ്റ് ആണ് ഫെൻസൈക്ലിഡിൻ എന്ന് പറയുന്നത്. ഈ ഫെൻസൈക്ലിഡിലാണ് കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് അയേണിന്റെയും കാൽഷ്യത്തിന്റെയും ഫ്ലോ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ അനസ്തെറ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് BP പേഷ്യൻസിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. BP പേഷ്യൻസിൽ ഇത് കൊടുക്കാറില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസോസിയേറ്റ് അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് അനാൽജസിക് ആണ്. അതിന് കാരണം ഇത് ഒപ്പിയോഡ് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസോസിയേറ്റ് അനസ്തെറ്റിക്സിൽ പറയാനുള്ളത്. ഡിസോസിയേറ്റ് അനസ്തെറ്റിക്സിന് എക്സാമ്പിൾ കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ്. കെറ്റാമിൻ ഹൈഡ്രോക്ലോറൈഡ് NMDA റിസപ്റ്റേഴ്സിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ഫെൻസൈക്ലിഡിനിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ബൈൻഡ് ചെയ്തതിന് ശേഷം അയണിന്റെയും കാൽഷ്യത്തിന്റെയും ഫ്ലോ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് BP പേഷ്യൻസിലെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ഗുഡ് അനാൽജസിക് ആണ്. എങ്ങനെയാണ്? ബൈ ബൈൻഡിങ് ദി ഒപ്പിയോഡ് റിസപ്റ്റേഴ്സ്. ഒപ്പിയോഡ് റിസപ്റ്റേഴ്സ് 3 ഏതായിരുന്നു? മ്യൂ, ഡെൽറ്റ, കാപ്പ. മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ജനറൽ അനസ്തേഷ്യ ആണ്. എന്താണ് അനസ്തേഷ്യ, എന്താണ് അനസ്തെറ്റിക്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, സ്റ്റേജസ് ഓഫ് അനസ്തേഷ്യ, ദെൻ മെക്കാനിസം. മെക്കാനിസത്തിൽ മെയിനായിട്ട് പറയാനുള്ളത് റിസപ്റ്റേഴ്സിൻ്റെ പേരാണ് ഗാബ എ റിസപ്റ്റേഴ്സ്. ഇതിലാണ് ഇൻഹേൽഡ് അനസ്തെറ്റിക്സ്, അതായത് വോളറ്റൈൽ ലിക്വിഡ്സും അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റും ആക്ട് ചെയ്യുന്നത്. പിന്നെ ഡിസോസിയേറ്റിന് മാത്രമാണ് വേറെ റിസപ്റ്റേഴ്സ് ഉള്ളൂ, അതാണ് NMDA റിസപ്റ്റേഴ്സ്. ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് ഓർത്ത് വെക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. നന്നായി പഠിക്കുക. താങ്ക് യു.